നമസ്കാരം, ഞാൻ പ്രവീൺ, മലമ്പുഴ ഗവൺമെൻറ് ഐ ടി ഇൻസ്ട്രക്ടറാണ്. MMV രണ്ടാം വർഷക്കാർക്കായിട്ടുള്ള രണ്ടാമത്തെ മൊഡ്യൂൾ ഓട്ടോ ഇലക്ട്രിക്കൽ എന്ന മൊഡ്യൂളിലെ ഇഗ്നിഷൻ സിസ്റ്റം എന്ന ഭാഗമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇഗ്നിഷൻ സിസ്റ്റം ആധുനിക പുതുതലമുറ വാഹനങ്ങളിൽ ഇലക്ട്രോണിക് ഇഗ്നിഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെ മുൻകാല സംവിധാനങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനാണ് ഈ സെഷൻ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണിക് ഇഗ്നിഷനെ കുറിച്ച് അടുത്ത ഭാഗത്ത് വിശദീകരിക്കുന്നതാണ്. വീഡിയോ ആദ്യാവസാനം ശ്രദ്ധാപൂർവം കാണുക. ഫംഗ്ഷൻ: ദ സിസ്റ്റം അസോസിയേറ്റഡ് വിത്ത് ആൻ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ദാറ്റ് പ്രൊഡ്യൂസസ് ദ സ്പാർക്ക് ടു ഇഗ്നൈറ്റ് ദ എയർ ഫ്യൂൽ മിക്സ്ചർ. ഒരു സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ അഥവാ പെട്രോൾ എഞ്ചിനിൽ എയർ ഫ്യൂൽ മിക്സ്ചർ ഇഗ്നൈറ്റ് ചെയ്യുന്നതിനാവശ്യമായ, നമുക്കറിയാം സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനിൽ എയർ ഫ്യൂൽ മിക്സ്ചർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഡക്ഷൻ സ്ട്രോക്കിൽ അഥവാ സക്ഷൻ സ്ട്രോക്കിൽ എയർ മാത്രമാണ്, അന്തരീക്ഷ വായു മാത്രമാണ് എഞ്ചിനകത്തേക്ക് സക്ക് ചെയ്യപ്പെടുന്നത്. അങ്ങനെ സക്ക് ചെയ്ത് കംപ്രസ് ചെയ്യപ്പെട്ട എയറിലേക്ക് ഫ്യൂവൽ പെട്രോൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്പാർക്ക് കാർബറേറ്ററിലോ അല്ലെങ്കിൽ ഇഞ്ചക്ടറോ ഉപയോഗിച്ച് ആവശ്യാനുസരണം ഫ്യൂവൽ സപ്ലൈ ചെയ്യുകയും ആ മിക്സറിനെ ഇഗ്നൈറ്റ് ചെയ്യുന്നതിന് ഒരു സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് സ്പാർക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ആ സംവിധാനത്തിനെയാണ് ഇഗ്നിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. പ്രൊഡ്യൂസസ് 25,000 to 30,000 വോൾട്ട് സ്പാർക്ക് അക്രോസ് ദ സ്പാർക്ക് പ്ലഗ്. ഒരു സാധാരണ വാഹനത്തിൽ ഒരു 12 വോൾട്ട് ബാറ്ററിയാണ് ഇലക്ട്രിസിറ്റി സപ്ലൈ ആയി ഉപയോഗിക്കുന്നത്. ഈ 12 വോൾട്ടിനെ 25,000 മുതൽ 30,000 വോൾട്ട് വരെ വോൾട്ടേജ് ഹൈക്ക് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഒരു സ്പാർക്ക് പ്ലഗിൽ സ്പാർക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ ഒരു ഹൈ വോൾട്ടേജ് ഉണ്ടാക്കുന്ന സംവിധാനമാണ് ഇഗ്നിഷൻ സിസ്റ്റം. ഡിസ്ട്രിബ്യൂട്ട്സ് ഹൈ വോൾട്ടേജ് സ്പാർക്ക് ടു ഈച്ച് സ്പാർക്ക് പ്ലഗ് ഇൻ കറക്റ്റ് സീക്വൻസ്. എഞ്ചിൻ്റെ ഫയറിംഗ് ഓർഡർ അനുസരിച്ച് കറക്റ്റ് സീക്വൻസിൽ അതാത് സ്പാർക്ക് പ്ലഗുകളിലേക്ക് കൃത്യമായി ഹൈ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഈ സംവിധാനമാണ്. Times the spark so it occurs as piston is nearing top dead center. കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനം പിസ്റ്റൺ TDCയിലേക്ക് സമീപിക്കുന്ന സമയത്താണ് ഇഗ്നിഷനുള്ള സ്പാർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് കൃത്യമായ ആ സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇഗ്നിഷൻ സിസ്റ്റമാണ്. വേരി സ്പാർക്ക് ടൈമിംഗ് വിത്ത് ലോഡ് സ്പീഡ് ആൻഡ് അതർ കണ്ടീഷൻസ്. എഞ്ചിൻ്റെ വേഗതയും ലോഡും കണ്ടീഷനൊക്കെ അനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തി, ഇഗ്നിഷൻ ടൈമിങ്ങിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അത് ഹൈ വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നതും ഇഗ്നിഷൻ സിസ്റ്റമാണ്. അടുത്തത് ഇഗ്നിഷൻ സിസ്റ്റം ടൈപ്സ്. വിവിധ തരത്തിലുള്ള ഇഗ്നിഷൻ സിസ്റ്റംസ് ഉണ്ട്. നേരത്തെ പറഞ്ഞു, മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആധുനിക വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഇഗ്നിഷൻ സിസ്റ്റം, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇഗ്നിഷൻ സിസ്റ്റം എന്നിവ അടുത്ത ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്. ഈ ഭാഗത്ത് അടിസ്ഥാനപരമായി ഇതിൻ്റെ ഘടകങ്ങളും പ്രവർത്തനങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടി ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റം ആണ് വിശദീകരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന മാഗ്നറ്റോ ഇഗ്നിഷൻ സിസ്റ്റവും അടുത്ത സെഷനിൽ വിശദീകരിക്കുന്നതാണ്. ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റം, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. ഒരു പവർ സപ്ലൈ, ഒരു ബാറ്ററി ഉണ്ടാവും. ഇഗ്നിഷൻ സ്വിച്ച് എന്ന് പറയുന്നത് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന താക്കോൽ ഉപയോഗിച്ച് തിരിച്ച് ഓണാക്കുന്ന ഇഗ്നിഷൻ സ്വിച്ചാണ്. ഇഗ്നിഷൻ കോയിൽ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ട്രാൻസ്ഫോമറാണ്. അതിലാണ് ഹൈ വോൾട്ടേജ് ഉണ്ടാക്കുന്നതിനാവശ്യമായ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഒരു കണ്ടൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്വിച്ചിങ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോണ്ടാക്ട് ബ്രേക്കർ പോയിൻ്റാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശദമായി പിന്നീട് പറയുന്നുണ്ട്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാകും. അത് എൻജിൻ ഫയറിംഗ് ഓർഡർ അനുസരിച്ച് അതായത് സിലിണ്ടറുകളിലേക്ക് കൃത്യമായി സ്പാർക്ക് ഹൈ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു സംവിധാനമാണ് ഡിസ്ട്രിബ്യൂട്ടർ. ഇഗ്നിഷൻ അഡ്വാൻസ് മെക്കാനിസം, എൻജിൻ്റെ ലോഡ് സ്പീഡ് കണ്ടീഷൻസ് അനുസരിച്ച് ഇഗ്നിഷൻ ടൈമിങ്ങിൽ ആവശ്യമായ വ്യതിയാനം വരുത്തുന്നതിനുള്ള സംവിധാനമാണ് ഇഗ്നിഷൻ അഡ്വാൻസ് മെക്കാനിസം. ഹൈ ടെൻഷൻ ലീഡ്സ്, ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹൈ വോൾട്ടേജിനെ സ്പാർക്ക് പ്ലഗുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഹൈ ടെൻഷൻ വയറുകളാണ് ഹൈ ടെൻഷൻ ലീഡ്സ്. സ്പാർക്ക് പ്ലഗ്, അവസാനമായി സ്പാർക്ക് പ്ലഗ്, എഞ്ചിൻ കമ്പഷൻ ചേമ്പറിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പാർക്ക് പ്ലഗിലേക്ക് ഈ ഹൈ വോൾട്ടേജ് എത്തുമ്പോഴാണ് സ്പാർക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചൊന്ന് വിശദമായി നോക്കാം. ഇഗ്നിഷൻ കോയിൽ, ഒരു ഇഗ്നിഷൻ കോയിലിൻ്റെ രേഖാചിത്രമാണ്
കൊടുത്തിരിക്കുന്നത്. ഭാഗങ്ങൾ കൃത്യമായി നോക്കി മനസ്സിലാക്കുക. ഒരു സിലിണ്ടറിക്കലുള്ള ഒരു മെറ്റാലിക് കേസാണ് ബേസിക്കലി ഒരു ഇഗ്നിഷൻ കോയിൽ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു അയൺ കോറിൽ ചുറ്റിയിരിക്കുന്ന 2 തരത്തിലുള്ള കമ്പിച്ചുരുളുകൾ, കോപ്പർ വയറുകൾ ഉണ്ടാകും. അതിലൊന്ന് തീരെ ഗേജ് കുറഞ്ഞ സെക്കൻഡറി വൈൻഡിങ്ങും അതിന് മുകളിലായി ഏകദേശം സെക്കൻഡറി വൈൻഡിങ്ങിനേക്കാൾ ഏകദേശം ഇരട്ടി ഗേജുള്ള പ്രൈമറി വൈൻഡിങ്ങുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇഗ്നിഷൻ കോയിലിൻ്റെ ഇൻറ്റേർണൽ സർഫസിൽ ഒരു പെർമനൻ്റ് മാഗ്നറ്റ് ഘടിപ്പിച്ചിരിക്കും. വിശദമായി നോക്കാം. ഇതിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഫാരഡേയുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തത്വം അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആ തത്വം എന്തെന്നാൽ, ഒരു അയൺ കോറിൽ ചുറ്റിയിരിക്കുന്ന കമ്പിച്ചുരുളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അയൺ കോറ് ഒരു മാഗ്നറ്റായി മാറും എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു കമ്പിച്ചുരുളിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യതിയാനം വരുമ്പോൾ ആ കമ്പിച്ചുരുളിൽ ഒരു EMF അഥവാ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യപ്പെടും എന്നുള്ളതുമാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തത്വം ഫാരഡേ പ്രതിപാദിക്കുന്നത്. പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വണ്ണം കൂടിയ വൈൻഡിങ് ആണ് പ്രൈമറി വൈൻഡിങ്. വൗണ്ട് ഓവർ സെക്കൻഡറി വൈൻഡിങ്ങിന് മുകളിലായിട്ടാണ് ഇത് പ്രൈമറി വൈൻഡിങ് ചുറ്റിയിരിക്കുന്നത്. എബൌട്ട് 200 to 400 വൈൻഡിങ്സ്, എണ്ണത്തിൽ ഏകദേശം 200 മുതൽ 400 വരെ വൈൻഡിങ് ആയിരിക്കും ഒരു പ്രൈമറി വൈൻഡിങ്ങിന് ഉണ്ടായിരിക്കുക. താരതമ്യേന സെക്കൻഡറി വൈൻഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം 20 SWG 20 സ്റ്റാൻഡേർഡ് വയർ ഗേജ് സൈസിൽ വരുന്ന കോപ്പർ വയറുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിൻ്റെ ഒരെൻഡ് ബാറ്ററിയുടെ ടെർമിനലുമായിട്ടും മറ്റേ എൻഡ് CB പോയിൻ്റ് വഴി കോണ്ടാക്ട് ബ്രേക്കർ പോയിൻ്റ്, CB പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ബ്രേക്കർ പോയിൻ്റ് വഴി എർത്ത് ചെയ്യപ്പെട്ടിരിക്കുകയായിരിക്കും. ഇതുപോലെ സെക്കൻഡറി വൈൻഡിങ് വൗണ്ട് ഓവർ ദ അയൺ കോർ, ചിത്രത്തിൽ കാണുന്ന അയൺ കോറിൽ ചുറ്റിയിരിക്കുന്ന വണ്ണം കുറഞ്ഞ വരെയാണ് സെക്കൻഡറി വൈൻഡിങ്ങിനെ സൂചിപ്പിക്കുന്നത്. ഇത് ഏകദേശം 15,000 മുതൽ 20,000 വരെ വൈൻഡിങ്സ് ഉണ്ടായിരിക്കും. പ്രൈമറി വൈൻഡിങ്ങിൻ്റെ ഏകദേശം ഇരട്ടി സൈസ് വരുന്ന 40 SWG ആയിരിക്കും സൈസ്. ഇതിൻ്റെ ഒരേ എൻഡ് എന്ന് പറയുന്നത് സ്പാർക്ക് പ്ലഗിലേക്ക് ഉള്ള സപ്ലൈയിലായിരിക്കും. ഇതിലൂടെയാണ് ഈ സെക്കൻഡറി വൈൻഡിങ്ങിലാണ് ഹൈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഒരറ്റം സ്പാർക്ക് പ്ലഗിലേക്ക് ഘടിപ്പിച്ചിരിക്കും. സ്പാർക്ക് പ്ലഗിലേക്ക് ഇലക്ട്രിസിറ്റി വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് ഘടിപ്പിച്ചിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മറ്റേ അറ്റം എന്ന് പറയുന്നത് പ്രൈമറി വൈൻഡിങ്ങുമായിട്ട് ഘടിപ്പിച്ചിരിക്കും. അടുത്തത് ഒരു കണ്ടൻസറാണ്. കണ്ടൻസർ എന്ന് പറയുന്നത്, കണ്ടൻസറിൻ്റെ അടിസ്ഥാനപരമായ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോർസ് എനർജി ഫോർ എ ഷോർട്ട് ടൈം. കുറച്ച് സമയത്തേക്ക് ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസ്, ഇലക്ട്രോണിക് ഡിവൈസാണ് ഒരു കണ്ടൻസർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടൊരു കണ്ടൻസർ ഉപയോഗിക്കുന്നു? വൈ കണ്ടൻസർ? വെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സസ് ദർ ഇൻഡ്യൂസസ് എ കറണ്ട് ഇൻ പ്രൈമറി വൈൻഡിങ് ഓൾസോ. ഈ ഇഗ്നിഷൻ കോയിലിനകത്ത് നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായി നമുക്ക് സെക്കൻഡറി വൈൻഡിങ്ങിലാണ് ഹൈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടേണ്ടത്. പക്ഷേ അതുപോലെ തന്നെ പ്രൈമറി വൈൻഡിങ്ങിലും ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇതിനെക്കുറിച്ച് ഈ സെഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാലും കണ്ടൻസർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുകയാണ്. വെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സസ് ദർ ഇൻഡ്യൂസസ് എ കറണ്ട് ഇൻ പ്രൈമറി വൈൻഡിങ് ഓൾസോ. മാഗ്നറ്റിക് ഫ്ലക്സ് കൊളാപ്സ് ചെയ്യപ്പെടുമ്പോൾ പ്രൈമറി വൈൻഡിങ്ങിലും ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. നമുക്ക് ആവശ്യം സെക്കൻഡറി വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹൈ വോൾട്ടേജ് ആണ്, എന്നാൽ പ്രൈമറി വൈൻഡിങ്ങിലും ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ദിസ് കറണ്ട് മേ ഫ്ലോ ബിറ്റ്വീൻ കോണ്ടാക്ട് ബ്രേക്കർ വെൻ ഓപ്പൺഡ് കോസസ് ആർക്കിംഗ് ആൻഡ് ഡാമേജ് ദ പോയിൻറ്റ്സ്. ഈ കറണ്ട് കോണ്ടാക്ട് ബ്രേക്കർ പോയിൻ്റ് ഓപ്പൺ ആയിരിക്കുമ്പോൾ കോണ്ടാക്ട് ബ്രേക്കറിലൂടെ ജമ്പ് ചെയ്യുന്നതിനും അവിടെ ഒരു ആർക്കിംഗ് ഉണ്ടാക്കുന്നതിനും, സ്പാർക്ക് പ്ലഗിലേക്ക് സമാനമായ ഒരു ആർക്കിംഗ് ഉണ്ടാകുന്നതിന് കാരണമാകും. ഇത് കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റിനെ തകരാറിലാക്കുന്നതിന് കാരണമാകുന്നു. രണ്ടാമത്, ദിസ് ആർക്കിംഗ് കൺസ്യൂംസ് മോസ്റ്റ് ഓഫ് ദ എനർജി ആൻഡ് റെഡ്യൂസസ് വോൾട്ടേജ് ഇൻ സെക്കൻഡറി വൈൻഡിങ്. ഇങ്ങനെ ഉണ്ടാകുന്ന ആർക്കിംഗ് മൂലം കറണ്ട് കൂടുതൽ ഈ ആർക്കിങ്ങിന് വേണ്ടി ചെലവഴിക്കപ്പെടുകയും സെക്കൻഡറി വൈൻഡിങ്ങിൽ ഉണ്ടാകേണ്ട ഹൈ വോൾട്ടേജിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി, ദിസ് കറണ്ട് ഓപ്പോസസ് ദ ബാറ്ററി കറണ്ട് വെൻ ദ പോയിൻറ്റ്സ് ആർ ക്ലോസ്ഡ് ആൻഡ് അഡ്വേഴ്സ്ലി അഫക്റ്റ് ദ ബിൽഡിംഗ് അപ്പ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ കറണ്ട് ബാറ്ററിയിൽ നിന്നും പ്രൈമറി വൈൻഡിങ്ങിലേക്കുള്ള കറണ്ട് ഫ്ലോയ്ക്ക് ഓപ്പോസ് ചെയ്യപ്പെടുന്നതിന് സാധ്യതയുണ്ട്. മീൻസ് എതിരായിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഇത്
മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന കറണ്ടിനെ ബാധിക്കുകയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി കുറയുകയും ചെയ്യും. ഇങ്ങനെ 3 പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കണ്ടൻസർ ആ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. സോ when the points are opened, condenser stores the energy and combines with battery current while the points closes and helps to build up larger magnetic field. മുകളിൽ പറഞ്ഞ പ്രതികൂല സാഹചര്യങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ കണ്ടൻസർ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്തെന്നാൽ, ഒന്നാമത് കോണ്ടാക്ട് ബ്രേക്കർ പോയിൻ്റ് ഓപ്പൺ ആയിരിക്കുമ്പോൾ ആ കുറച്ച് സമയത്തേക്ക് അവിടെ അധികമായി വരുന്ന ഇലക്ട്രിസിറ്റിയെ സ്റ്റോർ ചെയ്യുകയും കോണ്ടാക്ട് ബ്രേക്കർ പോയിൻ്റ് ക്ലോസ് ചെയ്യുമ്പോൾ, അതായത് സർക്യൂട്ട് ക്ലോസ് ആകുമ്പോൾ ബാറ്ററിയിൽ നിന്നും ഒഴുകി വരുന്ന കറണ്ടിൻ്റെ ഒപ്പം ചേർന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൂടുതൽ ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. അടുത്തത് കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് ആണ്. കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യാനുസരണം കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യുകയും മേക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു മെക്കാനിക്കൽ സംവിധാനമാണ്. ഇറ്റ് ഈസ് എ ക്യാം ആക്ച്വേറ്റഡ് ഓട്ടോമാറ്റിക് സിസ്റ്റം. ഇത് ഒരു ക്യാമിനാൽ പ്രവർത്തിക്കുന്ന, ഒരു ക്യാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആ ക്യാം വഴി പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. ക്ലോസസ് ആൻഡ് ഓപ്പൺസ് പ്രൈമറി സർക്യൂട്ട് നേരത്തെ പറഞ്ഞു. പ്രൈമറി വൈൻഡിങ്ങിൻ്റെ ഒരെൻഡ് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, മറ്റേ എൻഡ് കോണ്ടാക്ട് ബ്രേക്കർ വഴി എർത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ കോണ്ടാക്ട് ബ്രേക്കർ ക്യാം പ്രവർത്തിക്കുമ്പോൾ കോണ്ടാക്ട് ബ്രേക്കർ ഓപ്പൺ ആകുകയും സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രവർത്തനം. പോയിൻറ്റ്സ് ആർ മെയ്ഡ് ഓഫ് ടങ്സ്റ്റൺ. ഈ കോണ്ടാക്ട് ബ്രേക്കർ ആ പോയിൻറ്റുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം ടങ്സ്റ്റൺ ആണ്. അത് കുറച്ച് മെൽറ്റിംഗ് പോയിൻ്റ് ഉയർന്ന ഒരു ലോഹമാണ്, അതുകൊണ്ടാണ് ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നത്. 1 പോയിൻ്റ് ഈ സ്റ്റേഷനറി ഓർ ഗ്രൗണ്ടഡ്. ഒരു പോയിൻ്റ് കോണ്ടാക്ട് ബ്രേക്കർ പോയിൻ്റ് 2 പോയിൻറ്റുകളുണ്ട്. ഇതിലൊരു പോയിൻ്റ് സ്റ്റേഷനറി ആയി ഫിക്സ് ചെയ്തിരിക്കും, അത് ഗ്രൗണ്ട് ചെയ്യപ്പെട്ടിരിക്കും. അതർ ഈസ് മൂവിങ് ഓൺ എ പിവോട്ടഡ് ലിവർ. മറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു പിവോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ലിവറിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ക്ലോസസ് ബൈ സ്പ്രിംഗ് ടെൻഷൻ. ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ മൂലമാണ് കോണ്ടാക്ട് ബ്രേക്കർ പോയിൻ്റ് ക്ലോസ് ചെയ്യപ്പെടുന്നത്. ഓപ്പൺസ് ബൈ ഹീൽ ആക്ച്വേറ്റഡ് ബൈ ക്യാം. ഇത് കോണ്ടാക്ട് ബ്രേക്കർ പോയിൻ്റ് ഓപ്പൺ ചെയ്യപ്പെടുന്നത്, അഥവാ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നത് ഒരു ഹീൽ എന്ന് വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്, അത് ക്യാം മൂലം ആക്ച്വേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ്. ഹീൽ ഓർ റബ്ബിംഗ് ബ്ലോക്ക് ഈസ് മെയ്ഡ് ഓഫ് ഫാബ്രിക് അറ്റാച്ച്ഡ് ടു ലിവർ ആൻഡ് ആക്ച്വേറ്റഡ് ബൈ ക്യാം. ഒരു ഫാബ്രിക് മെറ്റീരിയൽ, ഒരു ഇൻസുലേറ്റഡ് മെറ്റീരിയൽ കൊണ്ടാണ് ഹീൽ അഥവാ റബ്ബിംഗ് ബ്ലോക്ക് എന്ന് പറയുന്ന ആ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ലിവറിൽ, ഈ ഹീല് ലിവറുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. ക്യാം ആക്ച്വേറ്റ് ചെയ്യുമ്പോഴാണ് ഹീൽ അഥവാ റബ്ബിംഗ് ബ്ലോക്ക് കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റിനെ ഓപ്പൺ ചെയ്യുന്നത്. ക്യാം ഈസ് മൗണ്ടഡ് ഓൺ ഡിസ്ട്രിബ്യൂട്ടഡ് സ്പിൻഡിൽ ആൻഡ് ഗെറ്റ്സ് ഡ്രൈവ് ഫ്രം ക്യാം ഷാഫ്റ്റ് ഓഫ് എൻജിൻ. ക്യാം എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സ്പിൻഡിലിൽ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന് ഡ്രൈവ് കിട്ടുന്നത് എൻജിൻ ക്യാം ഷാഫ്റ്റിലാണ്. വാൽവ് മെക്കാനിസത്തിൻ്റെ എൻജിൻ ക്യാം ഷാഫ്റ്റിൽ നിന്നുമാണ് ഡിസ്ട്രിബ്യൂട്ടറിന് ഡ്രൈവ് കിട്ടുന്നത്. ആ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സ്പിൻഡിലാണ് ഈ ക്യാം പ്രവർത്തിക്കുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു 4 ക്യാമുകളുള്ള ഒരു ക്യാമാണ്, 4 ലോബുകളുള്ള ഒരു ക്യാമാണ്. ഇത് ഒരു 4 സിലിണ്ടർ എൻജിനാണ് ഉപയോഗിക്കുന്നത്. എൻജിൻ സിലിണ്ടറുകൾ എത്ര എണ്ണം ഉണ്ടോ അത്രയും ക്യാം ലോബുകൾ ഈ ക്യാമിനുണ്ടാകും. അങ്ങനെ ഓരോ സിലിണ്ടറിലേക്കും കൃത്യമായ സ്പാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എത്ര സിലിണ്ടറുകളുണ്ടോ അത്രയും ലോബുകളുള്ള ക്യാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. When the cam is rotated, heel moves up and down and thereby opens and closes the CB point. ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നു, അതായത് എൻജിൻ ക്യാം ഷാഫ്റ്റ് പ്രവർത്തിക്കുന്നത്, അതിൽ നിന്ന് ഡ്രൈവ് കിട്ടുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഹീൽ മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ. ചിത്രത്തിൽ കാണുന്ന പോലെ ക്യാം വന്ന് ഹീലിനെ പുഷ് ചെയ്യുകയും അതുമൂലം ലിവർ പുഷ് ചെയ്യപ്പെടുകയും അങ്ങനെ CB പോയിൻ്റ് ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു കോണ്ടാക്ട് ബ്രേക്കർ പോയിൻ്റ് പ്രവർത്തിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഡെൽ ആംഗിൾ. ഡെൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് CB പോയിൻ്റ് ഓപ്പൺ ആവുക എന്ന് പറയുന്നു. ക്യാം ഹീല് വഴി ലിവറിനെ പുഷ് ചെയ്യുമ്പോഴാണെന്ന് പറഞ്ഞു. ക്യാം വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് കോണ്ടാക്ട് ബ്രേക്കർ പോയിൻ്റ് ക്ലോസ് ആയിരിക്കുന്ന ഡിഗ്രീസ് ഓഫ് ആംഗിൾ ഓഫ് ക്യാമിൻ്റെ എത്ര ഡിഗ്രി തിരിയുമ്പോൾ ആണ് ഇത് ഓപ്പൺ ആകുന്നത്, അതായത് ക്ലോസ് ആയിരിക്കുന്നത് എത്ര ഡിഗ്രിയാണോ അതിനെയാണ് ഡെൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇത് ഈ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസിയെ ബാധിക്കുന്ന ഒരു
ഒരു ആംഗിളാണ് ഡെൽ ആംഗിൾ എന്ന് പറയുന്നത്. ഡെൽ ആംഗിൾ കുറയുമ്പോൾ സിസ്റ്റത്തിന് എഫിഷ്യൻസി കുറയുകയാണ് ചെയ്യുന്നത്. ഡെൽ ആംഗിൾ കൂടിയിരിക്കുമ്പോൾ സിസ്റ്റം എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. Battery ignition system. A battery ignition system has 6 or 12 volt battery charged by an engine driven generator to supply electricity. Ignition coil to increase the voltage, a device to interrupt current from the coil, and a distributor to direct current to the correct cylinder, and a spark plug projecting into the cylinder. ഒരു ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനമാണ് പറയുന്നത്. ഇതിന് ഒരു 6 വോൾട്ട് അല്ലെങ്കിൽ ഒരു 12 വോൾട്ട് ബാറ്ററി ആയിരിക്കും ഉണ്ടാവുക. ഈ ബാറ്ററി ചാർജ് ചെയ്യപ്പെടുന്നത് ചാർജിങ് സിസ്റ്റം, എഞ്ചിനിൽ നിന്നുള്ള ചാർജിങ് സിസ്റ്റം, ഡൈനാമോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചാർജിങ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ബാറ്ററി ചാർജ് ചെയ്യപ്പെടുന്നത്. ഒരു ഇഗ്നിഷൻ കോയിൽ ഉണ്ടായിരിക്കും. ഈ ഇഗ്നിഷൻ കോയിലാണ് വോൾട്ടേജ് ഇൻക്രീസ് വരുത്തുന്നത്. ഇങ്ങനെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്യൂട്ട് ഇൻറ്ററപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോണ്ടാക്ട് ബ്രേക്കർ പോയിൻ്റ് ഉണ്ടാവും. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാകും. ഈ ഡിസ്ട്രിബ്യൂട്ടറാണ് അതാത് സിലിണ്ടറിലേക്ക് കൃത്യമായി ഹൈ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒരു സ്പാർക്ക് പ്ലഗ് എൻജിൻ കമ്പഷൻ ചേമ്പറിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. കറണ്ട് ഗോസ് ഫ്രം ബാറ്ററി ത്രൂ ദ പ്രൈമറി വൈൻഡിങ് ഓഫ് ദ കോയിൽ ത്രൂ ദ ഇൻറ്ററപ്റ്റിംഗ് ഡിവൈസ് ആൻഡ് ബാക്ക് ടു ദ ബാറ്ററി. കറണ്ട് ഇൻറ്ററപ്റ്റിംഗ് ഡിവൈസിലൂടെ പ്രൈമറി വൈൻഡിങ്ങിലൂടെ കടന്ന് ഇൻറ്ററപ്റ്റിംഗ് ഡിവൈസിലൂടെ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് ഇൻറ്ററപ്റ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഡിസ്ട്രിബ്യൂട്ടർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. എങ്കിലും നമ്മളിതുവരെ പറഞ്ഞ കോണ്ടാക്ട് ബ്രേക്കർ പോയിൻ്റ്, ക്യാം മുതലായ സംവിധാനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നത് ഈ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ മെയിൻ ഹൗസിങ്ങിലാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത് ടു ഇൻറ്ററപ്റ്റ് കറൻറ്റ് ഫ്ലോ ഇൻ ദ പ്രൈമറി വൈൻഡിങ് ആൻഡ് ദസ് പ്രൊഡ്യൂസസ് ഹൈ വോൾട്ടേജ് സർജ് ഇൻ ദ സെക്കൻഡറി വൈൻഡിങ്. പ്രൈമറി വൈൻഡിങ്ങിലെ കറൻറ്റ് ഫ്ലോയെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്ന സംവിധാനം, അതായത് കോണ്ടാക്ട് ബ്രേക്കർ പോയിൻ്റ് സംവിധാനം ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത്തരത്തിൽ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഹൈ വോൾട്ടേജ് സർജ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ധർമ്മമാണ്. ടു ഡിസ്ട്രിബ്യൂട്ട് ഹൈ വോൾട്ടേജ് സർജ് ടു ഡിഫറൻറ്റ് പ്ലഗ്സ് അറ്റ് റൈറ്റ് ടൈം. ഇത്തരത്തിൽ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന ഹൈ വോൾട്ടേജ് സർജിനെ കൃത്യമായ ഇടവേളകളിൽ അതാത് സ്പാർക്ക് പ്ലഗുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ധർമ്മമാണ്. ഇതിൻ്റെ അകത്ത് ഘടകങ്ങളെന്ന് പറയുന്നത് ഒരു മെയിൻ ഹൗസിംഗ് ഉണ്ടാവും. ഒരു മെയിൻ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ ചിത്രം ഫസ്റ്റ് കാണുന്ന ഒരു ഹൗസിംഗ് ആണ് ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത്. അതിനകത്ത് റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് വിത്ത് ബ്രേക്കർ കാം, ഒരു ബ്രേക്കർ ക്യാം, ഒരു ഷാഫ്റ്റിൻ്റെ അതായത് ഡിസ്ട്രിബ്യൂട്ടർ സ്പിൻഡിലിൻ്റെ അറ്റത്ത് ഒരു ബ്രേക്കർ ക്യാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുണ്ടാവും. ഒരു കോണ്ടാക്ട് ബ്രേക്കർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. ബ്രേക്കർ പ്ലേറ്റ് ഉണ്ടാവും. ഒരു കണ്ടൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റോട്ടറുണ്ട്. ഈ റോട്ടർ വഴിയാണ് അതാത് സ്പാർക്ക് പ്ലഗുകളിലേക്ക് കൃത്യമായി ഹൈ വോൾട്ടേജ് പാസ് ചെയ്യുന്നത്. ഇഗ്നിഷൻ അഡ്വാൻസ് മെക്കാനിസം ഇതോടുകൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടാമത്തെ ചിത്രത്തിൽ ഇതിൻ്റെ ഹൗസിങ്ങിന് പുറമേയുള്ള സംവിധാനമാണ് ഇഗ്നിഷൻ അഡ്വാൻസ് മെക്കാനിസം. ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പ് വിത്ത് കാർബൺ പോയിൻറ്റ്സ്. ഈ ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പ് മുകളിൽ കാണുന്ന കറുത്ത നിറത്തിൽ കാണുന്ന ഭാഗമാണ് ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പ്. അതിലുള്ള കാർബൺ പോയിൻറ്റ്സ് വഴിയാണ് റോട്ടറിലൂടെ കടന്നു വരുന്ന ഹൈ വോൾട്ടേജ് അതാത് സ്പാർക്ക് പ്ലഗുകളിലേക്ക് കൃത്യമായി. അടുത്തത് സ്പാർക്ക് അഡ്വാൻസ് മെക്കാനിസം. സ്പാർക്ക് അഡ്വാൻസ് മെക്കാനിസം പേര് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് പോലെ തന്നെ സ്പാർക്കിനെ അഡ്വാൻസ് ചെയ്യുന്നത് ആവശ്യമുള്ള മെക്കാനിസമാണ്. സ്പാർക്കിനെ അഡ്വാൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ്സ് ദ ഇഗ്നിഷൻ ടൈമിംഗ് ഓട്ടോമാറ്റിക്കലി ആസ് പെർ സ്പീഡ് ആൻഡ് ലോഡ് കണ്ടീഷൻസ് ഓഫ് ദ എൻജിൻ. എൻജിൻ്റെ സ്പീഡ്, ലോഡ് മുതലായ കണ്ടീഷൻസിനനുസരിച്ച് സ്പാർക്കിൻ്റെ ടൈമിംഗ് കറക്റ്റ് ചെയ്യുക. എപ്പോഴും ഒരേ ടൈമിങ്ങിൽ സ്പാർക്ക് കൊടുത്താൽ പോരാ. എൻജിൻ വേഗത കൂടുന്നതിനനുസരിച്ച് സ്പാർക്കിനും ആ വേഗത അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ കൃത്യമായ കമ്പഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സംവിധാനമാണ്, ഇതിനുള്ള ഓട്ടോമാറ്റിക് സംവിധാനത്തെയാണ് നമ്മൾ സ്പാർക്ക് അഡ്വാൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇത് ടൈപ്സ് പറയുന്നുണ്ട്. മാനുവൽ മെത്തേഡ് പറയുന്നത് സാധാരണഗതിയിൽ എൻജിൻ്റെ ഫ്യൂവലിൻ്റെ ക്വാളിറ്റി മാറുകയാണെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലൊരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. സിൻസ് CB കോണ്ടാക്ട് ബ്രേക്കർ ഈസ് mounted on breaker plate, if the housing is rotated certain degrees, the position of heel also changes with respect to cam log. അതായത് ഈ കോണ്ടാക്ട് ബ്രേക്കർ ഘടിപ്പിച്ചിരിക്കുന്നത് കോണ്ടാക്ട് ബ്രേക്കർ പ്ലേറ്റിലാണ്. ഈ ബ്രേക്കർ പ്ലേറ്റും അതിൻ്റെ ഹൗസിങ്ങും തമ്മിൽ നേരിട്ട് ബന്ധമില്ല. അപ്പോൾ നമ്മൾ ഹൗസിങ്ങിനെ
ഒരു സെർട്ടൻ ഡിഗ്രി തിരിക്കുമ്പോൾ പ്ലേറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഹീലും ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാമും തമ്മിലുള്ള ഡിഗ്രീസ് ഓഫ് ആംഗിളിൽ വ്യത്യാസം വരും. അത്തരത്തിൽ ആ വ്യതിയാനം ഇത്തരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്, അഡ്വാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത് സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ് മെത്തേഡ്. സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ് മെത്തേഡ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് അഡ്വാൻസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത് സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ് മെത്തേഡാണ്. ഇത് ബ്രേക്കർ പ്ലേറ്റിന് താഴെയായിട്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ രണ്ട് അഡ്വാൻസ് വെയിറ്റുകൾ രണ്ട് വശത്ത് പ്രൊവൈഡ് ചെയ്യുന്ന അല്പം വെയിറ്റുള്ള മെറ്റൽ പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കും. ഇത് ബ്രേക്കർ പ്ലേറ്റുമായിട്ട് ഒരു സ്പ്രിങ് വഴി കണക്ട് ചെയ്തിരിക്കും. ഇതിൻ്റെ ഈ അഡ്വാൻസ് വെയിറ്റ്സിൻ്റെ ഒരു അതിൻ്റെ ഹൗസിങ്ങിൽ പിവോട്ട് ചെയ്യപ്പെട്ടിരിക്കും. മറ്റേ എൻഡ് ഫ്രീ ആയിരിക്കും. ആ എൻഡിൽ നിന്നുള്ള ഒരു സ്പ്രിങ് ബ്രേക്കർ പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. എഞ്ചിൻ്റെ സ്പീഡ് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്നാൽ, എഞ്ചിൻ്റെ സ്പീഡ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ടർ സ്പിൻഡിലിൻ്റെ സ്പീഡ് വർദ്ധിക്കുന്നു. എഞ്ചിൻ സ്പീഡ് വർദ്ധിക്കുമ്പോൾ ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിന് സ്പീഡ് വർദ്ധിക്കുന്നു. ക്യാം ഷാഫ്റ്റിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സ്പിൻഡിലിൻ്റെ സ്പീഡ് വർദ്ധിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ സ്പീഡ് വർദ്ധിക്കുമ്പോൾ അതിനെ കേന്ദ്രീകരിച്ച് രണ്ട് വശങ്ങളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ അഡ്വാൻസ് വെയിറ്റിനെ പുറത്തേക്ക് അതും റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതിന് അല്പം ഭാരം കൂടിയ ഭാഗമായതുകൊണ്ട് അതിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മൂലം അത് പുറത്തേക്ക് ഫ്ലൈ ഓഫ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കുന്നു. മീൻസ് പുറത്തേക്ക് വലിയുന്നു. ഇത്തരത്തിൽ വലിയുമ്പോൾ പിവോട്ട് ചെയ്യപ്പെടാത്ത മറ്റ് അറ്റം പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിൽ വലിയുന്നു, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട്. ഇത്തരത്തിൽ ആക്ട് ചെയ്യുമ്പോൾ ബ്രേക്കർ പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്പ്രിങ്ങിനെ വലിച്ചുകൊണ്ടാണ് ഇത് പുറത്തേക്ക് ഫ്ലൈ ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത്തരത്തിൽ ഫ്ലൈ ഓഫ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബ്രേക്കർ പ്ലേറ്റിനെ സെർട്ടൻ ഡിഗ്രീസ് അത് പുറത്തേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലിക്കുന്നു. അങ്ങനെ വലിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഹീലും അഥവാ റബ്ബിംഗ് ബ്ലോക്കും ക്യാം ലോബുമായിട്ടുള്ള കോണ്ടാക്റ്റ് കുറച്ച് നേരത്തെ ആക്കി അഡ്വാൻസ് ചെയ്യപ്പെടുന്നു. ഇത്തരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന മെക്കാനിസമാണ് സെൻട്രിഫ്യൂഗൽ അഡ്വാൻസ് മെക്കാനിസം. നെക്സ്റ്റ് വൺ, വാക്യൂം അഡ്വാൻസ് മെക്കാനിസം. വാക്യൂം അഡ്വാൻസ് മെക്കാനിസം എന്ന് പറയുന്നത് എൻജിൻ ഇൻലെറ്റ് മാനിഫോൾഡിൽ ഉണ്ടാകുന്ന വാക്യൂം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഡയഫ്രം ഉൾപ്പെടുന്ന ഒരു സംവിധാനമുണ്ട്. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ചേംബറിൽ ഒരു ഡയഫ്രം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഈ ഡയഫ്രത്തിൻ്റെ ഒരു ഭാഗത്ത് എൻജിൻ വാക്യൂം ആക്ട് ചെയ്യുന്നു. എൻജിൻ്റെ സ്പീഡ് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വാക്യൂം വർദ്ധിക്കുകയും ഈ വാക്യൂം ഡയഫ്രത്തിനെ ഒരു ഭാഗത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഡയഫ്രത്തിൻ്റെ മറുഭാഗത്ത് ഒരു ലിവർ വഴി ബ്രേക്കർ പ്ലേറ്റുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ മെക്കാനിക്കൽ ആക്ഷൻ നടക്കുകയും ബ്രേക്കർ പ്ലേറ്റിനെ പിടിച്ച് വലിക്കുകയും അത്തരത്തിൽ വലിക്കുന്നത് മൂലം ക്യാമും ഹീലുമായിട്ടുള്ള ബന്ധം കുറച്ച് അഡ്വാൻസ് ആക്കുകയും ചെയ്യപ്പെടുന്നു. ഇത്തരത്തിലാണ് സ്പാർക്ക് അഡ്വാൻസ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് പ്രൈമറി സർക്യൂട്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വന്ന ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രൈമറി സർക്യൂട്ട് ഉണ്ട്. ദ പ്രൈമറി സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ബാറ്ററി, അമീറ്റർ, ഇഗ്നിഷൻ സ്വിച്ച്, പ്രൈമറി കോയിൽ വൈൻഡിങ്, കപ്പാസിറ്റർ ആൻഡ് ബ്രേക്കർ പോയിൻ്റ്. ബാറ്ററി, അമീറ്റർ, ഇഗ്നിഷൻ സ്വിച്ച്, പ്രൈമറി കോയിൽ വൈൻഡിങ്, കപ്പാസിറ്റർ, ബ്രേക്കർ പോയിൻ്റ് മുതലായവ ഉൾപ്പെടുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ പ്രൈമറി സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രൈമറി സർക്യൂട്ടിൻ്റെ ഘടകങ്ങളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബാറ്ററി പ്രൊവൈഡ്സ് ദ പവർ ടു റൺ ദ സിസ്റ്റം. ബാറ്ററി ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പവർ പ്രൊവൈഡ് ചെയ്യുന്നു. ഇഗ്നിഷൻ സ്വിച്ച് അലൗസ് ദ ഡ്രൈവർ ടു ടേൺ ദ സിസ്റ്റം ഓൺ ഓഫ്. ഇഗ്നിഷൻ സ്വിച്ച് എന്ന് പറയുന്നത് ഡ്രൈവർക്ക് സിസ്റ്റം ഓൺ ഓഫ് ചെയ്യുന്നതിന് അഥവാ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനും ഓഫ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. Primary coil produces a magnetic field to create a high voltage in the secondary coil. പ്രൈമറി കോയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നതും അതുവഴി മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സ് ചെയ്യുന്നത് മൂലം സെക്കൻഡറി വൈൻഡിങ്ങിൽ ഹൈ വോൾട്ടേജ് ഉണ്ടാക്കുന്നതും. ബ്രേക്കർ പോയിൻറ്റ്സ്, എ മെക്കാനിക്കൽ സ്വിച്ച് ദാറ്റ് ആക്ട്സ് ആസ് ദ ട്രിഗറിംഗ് മെക്കാനിസം. ഈ പ്രൈമറി വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന കറണ്ടിനെ ബ്രേക്ക് ചെയ്ത്
ഹൈ വോൾട്ടേജ് സർജ് സെക്കൻഡറി വൈൻഡിങ്ങിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ട്രിഗറിംഗ് മെക്കാനിസമാണ് ബ്രേക്കർ പോയിൻറ്റ്സ്. കപ്പാസിറ്റർ പ്രൊട്ടക്ട്സ് ദ പോയിൻറ്റ്സ് ഫ്രം ബേണിംഗ് ഔട്ട്. ഈ കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സിനെ ബേൺ ചെയ്ത് പോവാതെ കേടായി പോവാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് കപ്പാസിറ്റർ. അടുത്തത് സെക്കൻഡറി സർക്യൂട്ട്. The secondary circuit includes secondary winding, HT leads, rotor, carbon points, distributor cap and spark plug. സെക്കൻഡറി വൈൻഡിങ്ങിൽ ഉൾപ്പെടുന്നത് സെക്കൻഡറി വൈൻഡിങ്, ഇഗ്നിഷൻ കോയിലിനകത്ത് സെക്കൻഡറി വൈൻഡിങ്, ഹൈ ടെൻഷൻ ലീഡ്സ്, റോട്ടർ, ഡിസ്ട്രിബ്യൂട്ടറിനകത്ത് വരുന്ന റോട്ടർ, കാർബൺ പോയിൻറ്റ്സ്, ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പ്, സ്പാർക്ക് പ്ലഗ് മുതലായവയാണ് സെക്കൻഡറി സർക്യൂട്ടിൽ ഉൾപ്പെടുന്നത്. The function of the components are secondary coil, the part of the coil that creates the high voltage electricity. High voltage electricity induce ചെയ്യപ്പെടുന്നത് സെക്കൻഡറി വൈൻഡിങ്ങിലാണ്. റോട്ടർ spin around on the top of the distributor shaft and distributes spark to their right spark plug. റോട്ടർ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടർ സ്പിൻഡിലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇതിന് ഒരു ഇതുവഴിയാണ് കൃത്യമായ അതായത് സ്പാർക്ക് പ്ലഗുകളിലേക്ക് ഹൈ വോൾട്ടേജ് പാസ് ചെയ്യുന്നത്. Spark plug. Take the electricity from the wires and give it an air gap in the combustion chamber to jump across to light the mixture. സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത് കമ്പഷൻ ചേമ്പറിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇത് രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുകയും ഇലക്ട്രിസിറ്റി ജമ്പ് ചെയ്യുന്നത് മൂലം ഒരു സ്പാർക്ക് എയർ ഫ്യൂൽ മിക്സറിനെ ഇഗ്നൈറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഒരു സ്പാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. സ്പാർക്ക് പ്ലഗിനെ കുറിച്ച് അല്പം വിശദമായി നോക്കാം. സ്പാർക്ക് പ്ലഗിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് എ ക്ലിയറൻസ് ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ്സ് ടു മേക്ക് ആൻ ഇഗ്നിഷൻ സ്പാർക്ക് ഇൻ ദ കംപ്രസ്ഡ് എയർ ഫ്യൂൽ മിക്സർ. ടു പ്രൊവൈഡ് എ ക്ലിയറൻസ് ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ്സ്, രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിൽ അതായത് കറണ്ട് പാസ് ചെയ്യുന്ന നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനലുകൾക്കിടയിൽ കൃത്യമായ ഒരു ആ ഇലക്ട്രിസിറ്റിക്ക് ആ കറണ്ടിനെ ജമ്പ് ചെയ്യുന്നതിന് ആവശ്യമായ ഒരു ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുകയും അങ്ങനെ ഒരു ഇഗ്നിഷൻ സ്പാർക്ക് ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ടു ഇലക്ട്രോഡ് പൊസിഷൻ ടു ഫോം എ ഗ്യാപ്പ്. ഈ നെഗറ്റീവ് പോസിറ്റീവ് ഇലക്ട്രോഡ്സ് അതായത് ബാറ്ററി ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് വരുന്ന ഹൈ ടെൻഷൻ ലീഡ്സ് വന്ന് കണക്ട് ചെയ്യുന്ന ഹൈ വോൾട്ടേജ് വന്ന് കണക്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രോഡും എർത്ത് ഇലക്ട്രോഡും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ടൈപ്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ടൈപ്പിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് റീച്ച് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹീറ്റ് റേഞ്ച്. റീച്ച് എന്ന് പറഞ്ഞാൽ സ്പാർക്ക് പ്ലഗിൻ്റെ ചിത്രം നോക്കിയാൽ മനസ്സിലാകും. ആ ത്രെഡഡ് പോർഷൻ എൻജിൻ കമ്പഷൻ ചേമ്പറിലേക്ക് ത്രെഡ് ചെയ്ത് വെക്കുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ സ്പാർക്ക് പ്ലഗിൻ്റെ റീച്ച് എന്ന് പറയുന്നത്. അത് പല മാനുഫാക്ചറേഴ്സും ഡിസൈൻ അനുസരിച്ച് വ്യത്യാസപ്പെടുത്തിയിരിക്കും. ആ റീച്ചിൻ്റെ ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്പാർക്ക് പ്ലഗിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ ഹീറ്റ് റേഞ്ച്, അക്കോർഡിംഗ് ടു ഹീറ്റ് റേഞ്ച്, അതായത് ഒരു കമ്പഷൻ ചേമ്പറിൽ ഉള്ള ഈ സ്പാർക്ക് പ്ലഗിൻ്റെ അഗ്രഭാഗം വളരെ ഉയർന്ന തോതിൽ ചൂടാവുകയും അങ്ങനെ ചൂടാവുന്ന ആ ചൂട് കമ്പഷൻ ചേമ്പറിൻ്റെ എൻജിൻ്റെ ഉപരിതലവുമായി കോണ്ടാക്റ്റ് വരുന്ന ഭാഗത്തേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നതിനും ഉള്ള സമയമെടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹീറ്റ് റേഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ്റെ ചിത്രം താഴെ കൊടുത്തിരിക്കുന്നു. Gap of spark plug in magneto and battery ignition is 0.6 to 1 mm and for electronic ignition is 2.03 mm. സാധാരണ മാഗ്നറ്റോ ഇഗ്നിഷൻ സിസ്റ്റത്തിലും ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റത്തിലും ഉപയോഗിക്കുന്ന സ്പാർക്ക് പ്ലഗുകളുടെ സ്പാർക്ക് ഉണ്ടാകുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഇലക്ട്രോഡുകൾക്കിടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം 0.6 mm മുതൽ 1 mm വരെ ആയിരിക്കും. അതായത് ഇതിൻ്റെ സൈസ് അനുസരിച്ച് കപ്പാസിറ്റി അനുസരിച്ച് അത് വേരി ചെയ്യും, മാനുഫാക്ചറിൻ്റെ ഡിസൈൻ അനുസരിച്ച് അത് വേരി ചെയ്യും. അത് 0.6 mm മുതൽ 1 mm വരെയാണ്. അതുപോലെ ഒരു ഇലക്ട്രോണിക് ഇഗ്നിഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ ഗ്യാപ്പ് ഏകദേശം 2.03 mm ആണ്. യൂസ് ഓൺലി സ്പെസിഫൈഡ് പ്ലഗ്സ്. റിപ്പയർ ചെയ്യുമ്പോൾ ഒരു പ്ലഗിന് റീപ്ലേസ് ചെയ്യേണ്ടി വരുമ്പോൾ കൃത്യമായ അതേ സ്പെസിഫിക്കേഷൻ, മാനുഫാക്ചർ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സ്പെസിഫിക്കേഷനുള്ള പ്ലഗുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് മിസ്ഫയറിങ്ങിന് കാരണമാകും, എൻജിൻ എഫിഷ്യൻസിയെ ബാധിക്കും. ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ലൈൻ ഡയഗ്രമാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയിൽ നിന്നും അമീറ്റർ വഴി ഇഗ്നിഷൻ സ്വിച്ച് വഴി പാസ് ചെയ്യുന്ന കറണ്ട്
പ്രൈമറി വൈൻഡിങ് വഴി കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റിലൂടെ എർത്ത് ചെയ്യപ്പെടുന്നു. ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റ് തിരിയുമ്പോൾ ക്യാം തിരിയുന്നതിൻ്റെ ഫലമായി ഓപ്പൺ ആകുന്ന കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ് ഓപ്പൺ ആകുമ്പോൾ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഹൈ വോൾട്ടേജ് സർജ് ഉണ്ടാവുകയും ഈ ഹൈ വോൾട്ടേജ് ഹൈ ടെൻഷൻ ലീഡ് വഴി ഡിസ്ട്രിബ്യൂട്ടർ സെൻറ്റർ പോയിന്റിലേക്ക് സപ്ലൈ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഡിസ്ട്രിബ്യൂട്ടർ സെൻറ്റർ പോയിന്റിലേക്ക് സപ്ലൈ ചെയ്യപ്പെടുന്ന ഹൈ വോൾട്ടേജ് റോട്ടർ വഴി ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പിലെ കാർബൺ പോയിന്റ്സ് വഴി വിവിധ സിലിണ്ടറുകളിലേക്ക് കൃത്യമായ ഇടവേളകളിൽ അതാത് സ്പാർക്ക് പ്ലഗുകളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നു. ഇത്തരത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ഹൈ വോൾട്ടേജ് സ്പാർക്ക് പ്ലഗിൻ്റെ ഗ്യാപ്പിലൂടെ ജമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്പാർക്ക് ഉപയോഗിച്ച് എൻജിൻ സിലിണ്ടറുകളിൽ എയർ ഫ്യൂൽ മിക്സർ ഇഗ്നൈറ്റ് ചെയ്യപ്പെടുന്നു.